ഹായ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം പാവയ്ക്ക വെച്ചുകൊണ്ടൊരു കിടിലായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി സാധനമാണ്. എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു പ്രചോദനം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലെ കുരുവൊക്കെ ഒന്ന് കളയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. നന്നായിട്ട് കുക്കായി വരണം. ഒന്ന് മൂടി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ മസാലയൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് അല്പമായി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതേ രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ പാവയ്ക്ക എന്തായി നോക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാവയ്ക്ക് ഇങ്ങനെ എടുക്കുക. മസാലയിൽ ഇങ്ങനെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. കുറച്ച് റവ എടുക്കുക. ഈ റവയിൽ ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എണ്ണയിലേക്ക് ഇട്ടു. ഇതാദ്യം ഇതെല്ലാം ക്ലിയറാക്കി വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. നമ്മൾ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോകരുത്. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ തിരിച്ച് ഇട്ടിട്ടുണ്ട്. അതും ഒരുപാട് ടൈം ആകാണ്ട് കരിയാണ്ട് നമ്മൾ നോക്കണം. സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് പച്ചമുളക് കയറി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഒരു 2 കതിർപ്പ് കറിവേപ്പില. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക റവ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ആ റവയുടെ ടേസ്റ്റും കൂടെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുകൊടുക്കുന്നവരെല്ലാവർക്കും താങ്ക് യു.